കാരുണ്യയിൽ പ്രതീക്ഷയേറ്റ് രോഗികൾ. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകാത്തതിനാൽ ഹൃദ്രോഗികൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ചികിത്സ ലഭ്യമാകാതെ മടങ്ങുകയാണ്. രോഗികളോട് ഇടത് സർക്കാർ കാണിക്കുന്ന കടുത്ത വഞ്ചനയെന്നാണ് ഉയരുന്ന ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, നമുക്കറിയാം സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും കൃത്യമായ സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ സജ്ജീകരണങ്ങളില്ല, സൗകര്യങ്ങൾ പോലുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി പോലും രോഗികൾക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉള്ളത്. ഒരുപക്ഷെ ഇത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി ദുരിതമല്ലേ സമ്മാനിക്കുന്നത്? വിഷ്ണു, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ കാസ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയാണ്. ഇടത് സർക്കാർ വലിയ അഭിമാന നേട്ടമായി പദ്ധതി അവതരിപ്പിച്ചിരുന്നു. ഏതാണ്ട് 45 ലക്ഷത്തോളം ആളുകളാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരുന്നത്. നേരത്തെ തന്നെ കാരുണ്യ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഇതിൽ എംപാനൽ ചെയ്തിരിക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ കൂടിയാണ്. എംപാനൽ ചെയ്തിരിക്കുന്നതിൽ ഭൂരിഭാഗം ആശുപത്രികളും ഈ എംപാനൽ ചെയ്ത ആശുപത്രികളൊക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് ഈ എംപാനൽ ചെയ്ത ആശുപത്രികളൊക്കെ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. കേന്ദ്ര വിഹിതവുമുണ്ട്, സംസ്ഥാന വിഹിതവുമുണ്ട്. ഇതിൽ കേന്ദ്ര വിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന വിഹിതം ഇല്ലാത്തത് കൊണ്ട് തന്നെ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയ ഒരു രോഗിയാണ് ജനം ടിവിയോട് പ്രതികരിച്ചത്. അദ്ദേഹം കാർഡിയോളജി ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എത്തിയത്. ഹാർട്ട് സർജറിക്ക് വേണ്ടിയാണ് എത്തിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒരു ഭീമമായ തുക 2 ലക്ഷത്തിലധികം രൂപ അടച്ചാൽ മാത്രമേ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ആശുപത്രിയിലെ അധികൃതർ പറഞ്ഞൊരു കാര്യം. അതിൽ കാരുണ്യ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തൽക്കാലത്തേക്ക് ഈ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ പണം അടച്ച് ചികിത്സ ചെയ്യൂ, അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പണം വരുന്നതിനനുസരിച്ച് ആനുകൂല്യം തിരിച്ചു നൽകാം എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി. മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിരവധി ആളുകൾ, അതായത് കാരുണ്യയുടെ ആ ഒരു ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ സർജറികൾ ഉൾപ്പെടെ ചെയ്യാമെന്ന് കരുതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്ന നിരവധി ആളുകളാണ് ഇത്തരത്തിൽ ചികിത്സ ലഭിക്കാതെ മടങ്ങുന്നത്. കൃത്യമായി കേന്ദ്രവിഹിതം ഉൾപ്പെടെ ലഭ്യമാക്കുമ്പോഴാണ് സർക്കാർ ആ തുക വകമാറ്റി ചെലവഴിച്ച് ഈ പദ്ധതി ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളെയും എംപാനൽ ചെയ്തുകൊണ്ടാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കി വന്നിരുന്നത്. ഏതാണ്ട് ഭൂരിഭാഗം ആശുപത്രികളും ഈ കുടിശ്ശിക കാരണം പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇടത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ഈ രോഗികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സാധാരണക്കാർക്ക് ആശ്രയമാണ്, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന അവകാശവാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതാണ് രോഗികളുടെ അവസ്ഥ. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല. മാത്രമല്ല അനാവശ്യമായി ഫീസ് ആശുപത്രികളിൽ ഈടാക്കുന്നു എന്നുള്ളൊരു പരാതിയും ഈ രോഗികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിഷ്ണു. ശരി, രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.